ഡൽഹിയിൽ നിന്നുള്ള 10 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും മണാലിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു മോർണിംഗ് വന്നിറങ്ങി. അവിടെ നിന്ന് ഞങ്ങളെ ക്യാബ് പിക്ക് ചെയ്തു, ഹോട്ടലിലെത്തി. ജസ്റ്റ് ഒന്ന് സാധനങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒന്ന് സെറ്റിൽ ചെയ്തു. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ആണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഒബ്വിയസ്ലി വ്യൂവിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ബാൽക്കണി വ്യൂ റൂം തന്നെ എടുത്തത്. പിന്നെ വിത്ത് ഹീറ്റർ ഞങ്ങൾ എക്സ്ട്രാ അഡീഷണൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് റൂം? വളരെ മനോഹരമായ റൂം. പ്രത്യേകിച്ച് ഹിമാലയൻ മലനിരകൾ, കാശ്മീരിന്റെ ഒരു കാശ്മീർ പോയതിന്റെ ഒരു പ്രതീതി നമുക്ക് കിട്ടും. വന്ന് കയറുമ്പോൾ ഇതൊരു വാർഡ്രോബാണ് ഈ സൈഡിൽ. പിന്നെ ഇത് ടോയ്ലറ്റ്. ഇവിടെ ഇതൊക്കെ ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ പറക്കി വെച്ചിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ ഉണ്ട്, അവരുടെയും നമ്മുടെ കോഫിയുടെയും. ഞങ്ങൾ നല്ല കൊണ്ടുവന്ന ബോട്ടിലാണ് ഇതൊക്കെ. ഞങ്ങളുടെ സാധനങ്ങൾ പറക്കി വെച്ചിരിക്കുന്നു. ഹലോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. ആ 2 കസേര പുറത്തില്ലായിരുന്നെങ്കിൽ നല്ല വ്യൂ ആയനെ. ഇത് ഞങ്ങൾ വെച്ചൊരു ഡബിൾ റോഡ് ഹീറ്ററാണിത്. ഇതില്ലെങ്കിൽ കാറ്റിൽ തീരുമാനമാകും. അത്രയും തണുപ്പാണ്. ഇതാണ് നമ്മുടെ വ്യൂ. ഇതൊരു ചെറിയ വിൻഡോ ആണെന്ന് തോന്നുന്നു അല്ലേ? ചെറിയൊരു വിൻഡോ ആണ്. തുറക്കാൻ പറ്റുമോ? ആണോ? അയ്യോ, വേണ്ട. ടേബിൾ നീക്കിയാൽ തുറക്കാൻ പറ്റുന്ന ഒരു വിൻഡോയും. വാവ്, ഇതാണ് നമ്മുടെ വ്യൂ. ചെറിയ നനുത്ത മഴയുണ്ട്. ഇവിടെയൊക്കെ വേറെ റൂംസ് ഉണ്ട്. എന്നെ ഇട്ടതാ പൂട്ടി. ഇതെല്ലാം നൈസ്. മുകളൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഫുള്ള് മൂടി നിൽക്കുകയാണ് മഞ്ഞ്. ചെറുതല്ല, നല്ല കോടയുണ്ട്. നല്ല സ്നോഫോൾ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അതിൻ്റെ കൂടെ മഴയുണ്ട്. ഈ കാണുന്നതെല്ലാം ഓരോ ഹോട്ടൽസ് തന്നെയാണ്. ആ കാണുന്ന ഗ്രീൻ റൂഫ് ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഓണേഴ്സിൻ്റെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ്. അത് ആകാശ് റെസിഡൻസി. നമ്മുടേത് സ്നോ കൺട്രി. തൊട്ടടുത്ത് തന്നെയാണ്, ജസ്റ്റ് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. യെസ്, സോ വെൽക്കം ടു മണാലി. ഫസ്റ്റ് ഡേ ഓഫ് മണാലി. ഞങ്ങൾ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇപ്പോൾ ഹഡിംബ ദേവി ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവാണ്. മോൺസ്റ്ററിൻ്റെ തൊപ്പിയൊക്കെ വെച്ച് കൃഷ്ണയുടെ റെഡിയാണ്. ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ കേടാവുന്നുണ്ട്, തൊപ്പി വെച്ചില്ല. പക്ഷേ ഓക്കെ, അപ്പം നമുക്ക് ഹഡിംബ ദേവി ടെമ്പിൾ എങ്ങനെയുണ്ടെന്ന് പോയി കണ്ടിട്ട് വരാം. ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ, ചുറ്റിനും ശരിക്കും ഷോപ്സാണ്. അത്യാവശ്യം നല്ലപോലെ പറ്റിക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇഷ്ടംപോലെ ഇയറിങ്സ്, തൊപ്പി, പിന്നെ ഈ തണുപ്പിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ് ഐറ്റംസ്, വൂളൻ ഡ്രസ്സസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ കൊള്ളാം, ഒരു സ്ട്രീറ്റ് വാക്കിംഗ് എക്സ്പീരിയൻസ് നൈസാണ്.
അപ്പം ഇതാണ് ഹഡിംബ ദേവി ടെമ്പിൾ. ഒരുപാട് പൈൻ മരങ്ങൾ, തണുപ്പ്, അതിൻ്റെ ഇടയിലാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിള്. നല്ല ക്യൂ ഉണ്ട്. കയറണോ വേണ്ട എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഹഡിംബ ദേവി. എങ്ങനെയുണ്ട് വിഷയം? വെരി ഗുഡ്, സൂപ്പർ. ഇവിടെ എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിനേക്കാൾ ഏറെ ഉള്ളത് ഷോപ്പിംഗ് ആണെന്നാണ് തോന്നുന്നത്. കാരണം അത്യാവശ്യം നല്ല പടി കയറാനുണ്ടായിരുന്നു. നമുക്ക് ബ്രീത്ത് ഇഷ്യൂ കുറച്ച് ആദ്യമായിട്ട് വരുമ്പം എനിക്ക് ഫീൽ ചെയ്തു. അപ്പം രണ്ട് സൈഡിലായിട്ടും താഴിന് മുകളിൽ വരെ ഇഷ്ടം പോലെ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സ്ട്രീറ്റ് തൊട്ടേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളുണ്ട്. അത് ടെമ്പിളിൻ്റെ മുകളിൽ വരെ ഉണ്ട്. അപ്പം ഇൻ കേസ് നമ്മളിപ്പോൾ സ്വെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂൾ ആൻഡ് വേസ്റ്റ് ആയിട്ടുള്ള ഗ്ലൗസോ ഹാറ്റോ ഒക്കെ പറഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. ഇപ്പം കൊള്ളാല്ലേ? നമ്മളങ്ങനെ ഹഡിംബ ടെമ്പിളിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വൻവിഹാർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അത് ശരിക്കും അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി വേണമെങ്കിൽ ഒരാൾക്ക് 10 രൂപ വെച്ച് കൊടുക്കണം. കാരണം ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെയാണ് കൂടുതലും ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങൾ. എൻ്റെ ചുറ്റിനും ഉണ്ടോ ഒരുപാട് ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങൾ നടക്കുകയാണ്. അതെ, പാർക്കാണ്. ഞങ്ങളും ഫോട്ടോഷൂട്ട് എടുത്തു അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി ഫോട്ടോഗ്രാഫറിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ നീൽചന്ദ് എന്നാണ്. ഫോട്ടോസും നല്ലതാണ്, പെരുമാറ്റവും അല്ലേ വളരെ നന്നായിട്ട് പുള്ളി അടിപൊളി പോസൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ വന്ന് ഞങ്ങൾ പരിചയപ്പെട്ട ആളാണ്. പിന്നെ ഈ ഇവിടുത്തെ ടൈപ്പ് ഡ്രസ്സ് ഇട്ടിട്ട്, ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ലേഡീസ് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എമൗണ്ട് ക്യാഷ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ അവർ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുയലിനെയൊക്കെ തരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പേര് എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളിതിൽ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് തന്നെ ഞാൻ ജാക്കറ്റ് ഊരിയില്ല. ഓക്കെ, അപ്പം നല്ലൊരു ഇവിടെ ഇഷ്ടം പോലെ ചുറ്റിനും പൈൻ മരങ്ങളാട്ടോ, ഒരുപാട്. നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വാവ്, ഈ ഫ്രെയിം തന്നെ കണ്ടില്ലേ, അടിപൊളിയാണ്. നമ്മുടെ അവിടെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോഴേ ഒരു ഫോറിനിൽ വന്നൊരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സൂപ്പർ. തണുപ്പ് ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് തണുപ്പുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വെള്ളം കുടിച്ചിട്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. മാക്സിമം ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ പ്ലാസ്റ്റിക് ബോട്ടിൽസ് നിങ്ങൾ കൊണ്ടുവന്നാൽ തന്നെയും ഇവിടെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോവാതെ ഇരിക്കുക. ഇതാ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇതേപോലെ വലിച്ചെറിഞ്ഞിട്ട് പോവാതെ ഇരിക്കുക. നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തോട്ടുള്ള നടത്തത്തിലേക്കാണ്. അത് നമ്മളൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ് കാണാൻ പോകുന്നത്. അപ്പം ഇതൊരു ഇൻ്റർലോക്ക് ചെയ്തൊരു വൻവിഹാർ എന്ന് പറഞ്ഞിട്ടൊരു പാർക്കിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. ഇൻ്റർലോക്ക് ചെയ്ത വഴിയാണ്. അപ്പം ഫുൾ വണ്ടികളൊക്കെ അപ്പം നമ്മൾ കുറച്ച് അകത്തോട്ട് നടക്കണം, എന്നാലേ എത്തുള്ളൂ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. വിഷ്ണു ചേട്ടൻ തൊപ്പിയൊക്കെ മാറ്റി പുതിയ സ്റ്റൈലിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ചുറ്റിലും കാണുന്നതെല്ലാം ടിബറ്റൻ മാർക്കറ്റാണ്. അപ്പം ടിബറ്റൻ കൾച്ചറിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും.
മൊണാസ്ട്രിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം. സൂപ്പർ, മിസ് ചെയ്യരുത് ഇതിവിടെ വന്ന ആരും. ടിബറ്റൻ മൊണാസ്ട്രി ഒക്കെ കണ്ടപ്പോൾ ഒരാൾക്ക് ഭയങ്കര സാഹിത്യം ഓർമ്മ വന്നു. മഞ്ഞ് പെയ്ത മലയുടെ താഴ്വാരത്തെ ശാന്തതയുടെ തീരം. വൈബടിച്ചാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇല്ല, ഇതാണ്. ഇതൊന്നുമില്ല, ഇതില്ല. ജനറേഷൻ ഗ്യാപ്പ്. നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വൻവിഹാർ എന്നുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതൊരു ഭാഗമാണ് ഹിമാചൽ പ്രദേശിലെ പ്രമുഖ നാഷണൽ പാർക്കുകളിലൊന്നാണ് വൻവിഹാർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ രാവിലെ പോയത് ഹഡിംബ ദേവി ടെമ്പിൾ വഴി കയറുന്നതാണ്. ഇതല്ലാതെ തന്നെ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഏകദേശം ഒരു 1.9 കിലോമീറ്റർ വാക്ക് വേ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ചെറിയ ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ ഫുൾ പൈൻസ് ആണ് കേട്ടോ. ഇവിടെയും മുഴുവൻ്റെ പൈൻസ് ആണ്. അപ്പം പിന്നെ കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ, പിന്നെ നമുക്കിരുന്ന് ഫോട്ടോഷൂട്ട്സ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ കുറച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഫുൾ അവർ ആ പൈൻസ് മുഴുവൻ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കീ ഹൈലൈറ്റ്. കൊള്ളാം. തണുപ്പുള്ളത് ഉച്ചയ്ക്ക് 3 മണിയാണ്, വൈകുന്നേരം 3 മണിയാണ്. ഉച്ചയൊക്കെ കഴിഞ്ഞു. അറിഞ്ഞിട്ടില്ല, ഇതൊന്നും അറിയുന്നില്ല. ഞാൻ ചെയ്ത ഷോപ്പിങ്ങൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന വളരെ ബിസി ആയിട്ടുള്ള ചേട്ടൻ. നിങ്ങൾ ആ മുഖത്തേക്കൊന്ന് നോക്കൂ. എന്താ സീരിയസ്, എന്താ ഡെഡിക്കേഷൻ. പിന്നെ വേഷഭൂഷാദിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ ഐറ്റമാണ്. അതെന്നിട്ട് മേടിച്ചാണെങ്കിലും അതിങ്ങനെ ആക്കി എടുത്തു. അബദ്ധമൊന്നും പറ്റിയതല്ല, എനിക്കിഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചത്. നമുക്ക് പാഡിൽ ബോട്ടിംഗ് കൊണ്ട് ഇവിടെ അടുത്ത്. നമ്മൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. അത് ചാടുന്നോ? ഇല്ല, കൊച്ചു പിള്ളേരുടെ ട്രാംപോളിൻ. സോ നമ്മൾ ഇതാണ് കാണാം ബാക്കിൽ. ഇതാണ് ആ പാഡ്ലിംഗ് ചെയ്യുന്ന സ്ഥലം. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇതിനോടത്ര താല്പര്യമില്ല. ഏരിയ വളരെ കുറവാണ്. ബോട്ട്സ് ഉണ്ട് തമ്മിൽ എപ്പോഴും ഇടിക്കാൻ ബോട്ട്സ്. ഞങ്ങൾ പണ്ട് നൈനിറ്റാൾ പോയിട്ടുണ്ട്. അപ്പം അവിടെ വെച്ചിട്ട് നൈന ലേക്കിൽ ഇതേപോലെ തന്നെ പാഡ്ലിംഗ് ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. കുറച്ചുകൂടെ ഏരിയ ഉണ്ടെങ്കിലേ അത് ഒരു ഇത് വരത്തുള്ളൂ. പക്ഷെ കൊള്ളാം, സംഭവം കൊള്ളാം. എപ്പോഴെങ്കിലും നൈനിറ്റാളിൽ ഇനി ഒന്നുകൂടെ പോയാൽ ഒക്കെ ചെയ്യാം അല്ലേ?
നടന്ന് തളർന്നിരിക്കുന്ന കൃഷ്ണൻ ചേട്ടൻ. തളർന്നോ? വിട്ടുകൊടുക്കില്ല നമ്മൾ. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നമ്മളിപ്പോൾ മോൾ റോഡിലാണ്. പിന്നെ കൊള്ളാട്ടോ, അടിപൊളി സ്ട്രീറ്റ്. കാര്യം ഇവിടെ ഒരുപാട് കടകളുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനാണെങ്കിലും ഒരുപാട് സംവിധാനം ഞങ്ങളുടെ ബാക്കിലൊക്കെ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. വൈബടിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് വല്ലതൊക്കെ കുറച്ചിരിക്കാനൊക്കെ കൊള്ളാം. തണുപ്പായതുകൊണ്ട് നല്ല ചൂടായിട്ടുള്ള ബജ്ജിയും പഴംപൊരിയൊക്കെ കഴിക്കാൻ തോന്നും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഒരാൾ സീരിയസ് ആയിട്ടിരിക്കും. ഒരു ബജ്ജിയും പഴംപൊരിയൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നല്ലേ? ഇവിടെ അങ്ങനത്തെ ഒരു സാധനവും കാണുന്നില്ല. അന്തസ്. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ചിലപ്പോൾ കാണും, തപ്പിയെ കിട്ടുമായിരിക്കും. ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് അകത്തോട്ട് കയറിയില്ല. കുറച്ച് കഴിഞ്ഞ് ഒന്നിരുന്ന് സമാധാനമായിട്ട് കയറാമെന്ന് വിചാരിച്ചു. കൊള്ളാല്ലേ, ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ്. ബാക്കില് ഹിമാചൽ പ്രദേശിൽ അതെ.